ഇന്ത്യയിലുള്ള പ്രൈവറ്റ് ബാങ്ക്സിൻ്റെ FD ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഗവൺമെൻറ് അല്ലെങ്കിൽ നാഷണലൈസ്ഡ് ബാങ്കിൻ്റെ FD ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് കമ്പയർ ചെയ്യാൻ പോകുന്നത് പ്രൈവറ്റ് ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എങ്ങനെയാണെന്നുള്ളതാണ്. അതുപോലെ കുറച്ച് ബോണസ് ടിപ്പും കൂടി വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ 21 പ്രൈവറ്റ് ബാങ്ക്സ് ആണുള്ളത്. ബന്ധൻ ബാങ്ക്, യെസ് ബാങ്ക്, RBL ബാങ്ക്, ഇൻഡസ്ലാൻഡ് ബാങ്ക്, DCB ബാങ്ക്, കർണാടക ബാങ്ക്, IDFC ബാങ്ക്, കൊടാക് മഹീന്ദ്ര ബാങ്ക്, JNK ബാങ്ക്, കരൂർ വൈശ്യ ബാങ്ക്, തമിഴ്നാട് മെർക്കന്റൈൽ ബാങ്ക്, സിറ്റി യൂണിയൻ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, IDBI ബാങ്ക്, ധനലക്ഷ്മി ബാങ്ക്, നൈനിറ്റാൽ ബാങ്ക്, ആക്സിസ് ബാങ്ക്, ICICI ബാങ്ക്, HDFC ബാങ്ക് ആൻഡ് CSB ബാങ്ക്. അങ്ങനെ ടോട്ടൽ നമുക്ക് 21 ബാങ്കാണ് വരുന്നത്. 21 ബാങ്കുകളുടെയും ഒരു വർഷത്തെ FD ഏറ്റവും ബെസ്റ്റ് ഏതാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ബാങ്കുകളുടെ ഒക്കെ സ്പെഷ്യൽ പ്ലാൻസ് ഏതൊക്കെയാണെന്ന് കൂടി നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഒരു വർഷത്തേക്ക് നമ്മൾ FD ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കുറവ് ഇൻട്രസ്റ്റ് റേറ്റ് തരുന്നത് CSB ബാങ്കാണ്. 5% ഇൻട്രസ്റ്റ് റേറ്റ് ആണ് നമുക്ക് ഒരു വർഷത്തേക്ക് FD ഇട്ട് കഴിഞ്ഞ് CSB ബാങ്ക് തരുന്നത്. സെക്കൻഡ് വരുന്ന ബാങ്കാണ് HDFC ബാങ്ക്. 6.60% ആണ് നമുക്ക് ഒരു വർഷത്തേക്ക് FD ഇട്ട് കഴിഞ്ഞ് കിട്ടുന്നത്. തേർഡ് വരുന്നത് 3 ബാങ്കുകളുണ്ട്. ആക്സിസ് ബാങ്ക്, ICICI ബാങ്ക് ആൻഡ് നൈനിറ്റാൽ ബാങ്ക്. ഈ 3 ബാങ്കുകളിൽ നമ്മൾ ഒരു വർഷത്തേക്ക് FD ഇട്ട് കഴിഞ്ഞ് നമുക്ക് 6.70% ആണ് FD റേറ്റ് കിട്ടുന്നത്. ഫോർത്ത് വരുന്ന ബാങ്കാണ് ധനലക്ഷ്മി ബാങ്ക്. 6.75% ആണ് ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്നത്. IDBI ബാങ്ക് ആൻഡ് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നമുക്ക് 6.80% ആണ് ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്നത്. സിറ്റി യൂണിയൻ ബാങ്ക്, തമിഴ്നാട് ബാങ്ക്, കരൂർ വൈശ്യ ബാങ്ക്, JNK ബാങ്ക്, ഈ 4 ബാങ്കുകൾ നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഒരു വർഷത്തേക്ക് 7% ആണ്. കൊടാക് മഹീന്ദ്ര ബാങ്കിൽ നമുക്ക് 7.10% കിട്ടുന്നുണ്ട്. IDFC ഫെഡറൽ ബാങ്ക് ആൻഡ് കർണാടക ബാങ്കിൽ നമ്മൾ ഒരു വർഷത്തേക്ക് FD ഇടുന്നേക്കാളും പകരമായിട്ട് 366 ദിവസത്തേക്ക് FD ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 7.25% കിട്ടുന്നുണ്ട്. RBL ബാങ്കിൽ നമുക്ക് 7.50% ആണ് കിട്ടുന്നത്. യെസ് ബാങ്ക്, ഇൻഡസ്ലാൻഡ് ബാങ്ക് ആൻഡ് DCB ബാങ്കിൽ നമ്മൾ FD ഇട്ട് കഴിഞ്ഞാൽ 7.75% ആണ് ഒരു വർഷത്തേക്ക് നമുക്ക് കിട്ടുന്നത്. ഏറ്റവും കൂടുതൽ FD റേറ്റ് തരുന്നത് ബന്ധൻ ബാങ്ക് ആണ്. 8.05% നമുക്ക് FD റേറ്റ് കിട്ടുന്നത്. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ബാങ്കുകളുടെ എല്ലാം സ്പെഷ്യൽ പ്ലാൻസ് എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ടോട്ടൽ ഈ ബാങ്കുകളൊക്കെ നോക്കിക്കഴിയുമ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ FD ഇൻട്രസ്റ്റ് റേറ്റ് തരുന്നത് ബന്ധൻ ബാങ്ക് തന്നെയാണ്. 8.05% ആണ് ഒരു വർഷത്തേക്ക് FD ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 8% ഇൻട്രസ്റ്റ് തരുന്ന 3-4 ബാങ്കുകൾ വരുന്നുണ്ട്. CSB ബാങ്കിലും അതുപോലെ DCB ബാങ്കിലും നമ്മൾ 501 ദിവസം നമ്മൾ FD ഇടേണ്ടതായിട്ട് വരും. RBL ബാങ്കിൻ്റെ കേസിൽ നമ്മൾ 15 മാസമാണ് FD ഇടേണ്ടത് 8% ഇൻട്രസ്റ്റ് കിട്ടണമെങ്കിൽ. യെസ് ബാങ്കിൻ്റെ കേസിൽ നമുക്ക് 15 മാസത്തേക്ക് FD ഇട്ടാലാണ് 8% ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്നത്. ഏറ്റവും ലീസ്റ്റ് നമുക്ക് FD ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്നത് IDBI ബാങ്കിൻ്റെ ഭാഗത്തു നിന്നാണ്. 7% ഇൻട്രസ്റ്റ് റേറ്റാണ് നമുക്ക് കിട്ടുന്നത് 2 വർഷത്തേക്ക് നമ്മൾ FD ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അടുത്തായിട്ട് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത് പോസ്റ്റ് ഓഫീസിൻ്റെയും ഏറ്റവും നല്ല പ്ലാനുകൾ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.